കർഷക സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? നേരത്തെ സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് പറഞ്ഞിരുന്നു കേരളത്തിന് ഇതുപോലെ ഏതാണ്ട് 1200 കോടി രൂപ കേന്ദ്ര സർക്കാർ തരാനുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ കുടിശ്ശികയാണ് കിട്ടാനുള്ളത്. അപ്പോൾ അത് തെറ്റാണെന്നും സംസ്ഥാന സർക്കാർ കള്ളത്തരം പറയുകയാണ് എന്നുള്ള വാദവുമായി പ്രതിപക്ഷവും അതുപോലെ തന്നെ BJPയും രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണെന്ന് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുകയല്ലേ? അതെ, കേരളത്തില് ഗവൺമെന്റ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയാണ് എന്ന് തെളിയുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാട്ടുന്ന അനീതികരമായിട്ടുള്ള നിലപാട് തിരുത്തണമെന്ന് പറയുമ്പോൾ പ്രതിപക്ഷം BJP നിലപാടിനോടൊപ്പം ചേരുന്ന സമീപനമാണ് കാണാൻ കഴിയും. സിവിൽ സപ്ലൈസ് വകുപ്പിന് വിവിധ ഇനത്തിൽ 1500 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് നൽകാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു പൈസയും നൽകാനില്ല എന്ന ന്യായമാണ് അവർ ഉയർത്തിയത്. എന്നാൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കുടിശ്ശിക ഇനത്തിൽ ഇപ്പോൾ ലഭിച്ച തുകയാണെങ്കിലും ഇനി 750 കോടിയിലധികം രൂപ ലഭിക്കാനുള്ളതാണെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള എല്ലാ കണക്കുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായി ഗവൺമെന്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നൽകിയതിന് ശേഷവും നൽകാനില്ല എന്ന ന്യായമാണ് പ്രതിപക്ഷം ഉയർത്തിയിരുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തുകയുടെ കണക്ക് നോക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഇത് മാത്രമല്ല, മറ്റു വിഷയങ്ങളിലും കേരളത്തിലെ ഗവൺമെന്റ് ചിലവഴിച്ച കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ ജോയിന്റ് ആയിട്ടുള്ള പദ്ധതികളിൽ ചിലവഴിച്ച തുകയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യപ്പെടുന്ന തുക ന്യായമായ വസ്തുതയാണെന്നും ബോധ്യപ്പെട്ടുകൊണ്ടൊരു നിലപാടെടുക്കുന്നതിന് പകരം അപ്പോഴും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്ന, വകുപ്പിനെ കുറ്റപ്പെടുത്തുന്ന, ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. അത് തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.